ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനെ വിട്ടുകിട്ടണമെന്ന് അവിടുത്തെ നിലവിലെ ഭരണകൂടം ആവശ്യപ്പെടുന്നു. അതായത് അവർ ഒരുപാട് കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്താണ് വിചാരണ ചെയ്യണം. ഇന്ത്യ എന്താ ചെയ്യുക? കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ചോദിച്ചാൽ ഇന്ത്യ എന്ത് ചെയ്യും? കൊടുത്തില്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ത് ചെയ്യും? ഒന്നുകൂടെ ഒരു ആവശ്യം ഉന്നയിക്കുമായിരിക്കും. അല്ലാതെ ഇന്ത്യ ആക്രമിക്കൊന്നുമില്ല. അതൊന്നും ഉണ്ടാവില്ല. ഈ ഹസീനയ്ക്ക് വേണ്ടി ഒരുപാട് ബലം പിടിച്ചു. ഹസീനെ അവർക്ക് കൊല്ലണം, അല്ലേ? അതെ, കൊല്ലുക എന്നുള്ളതാണ് അവരുടെ വധശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ. അതായത് അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അക്രമികൾ ആക്രമണം നടത്തിയപ്പോൾ കുറേ പേര് പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. അതിന് പ്രതിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്ത് ഒരു രാജ്യത്ത് ഒരു സർക്കാരിനും പ്രവർത്തിക്കും. എല്ലാ പ്രധാനമന്ത്രിമാരെയും എല്ലാ മുഖ്യമന്ത്രിമാരെയും വധശിക്ഷയ്ക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഹസീനയെ കൊല്ലണം എന്നാണ് യൂണിസ് സർക്കാരിൻ്റെ ആഗ്രഹം. ഹസീനയെ തൊട്ടാൽ മോദി ധാക്ക കത്തിക്കും. സിമ്പിളാണ്. അതിന് ഒരുപാട്, അത് ഞാൻ വെറുതെ പറയുന്നത്, ആലങ്കാരികമായി പറയുന്നതല്ല. അത് നമ്മൾ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം ഇത്തിരി സങ്കീർണമാണ്. കാരണം നോട്ട് വെർബലെ എന്ന് പറയും. നോട്ട് വെർബലെ എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് കൊടുത്തു. ആര് കൊടുത്തു? എംബസി ഒരു നോട്ട് കൊടുത്തു, ഹൈക്കമ്മീഷൻ. അപ്പം നമ്മൾ കോമൺവെൽത്ത് രാജ്യമായതുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ഹൈക്കമ്മീഷനാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ നമുക്ക് ഒരു നോട്ട് തന്നു. നമ്മൾ ഈ പാക്റ്റ് നമ്മളുമായിട്ട് 2013 കരാറുണ്ട്. അതനുസരിച്ച് അവിടെ ക്രിമിനൽ കേസിലെ പ്രതിയായ മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനെ വിട്ടുതരണം. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറണ്ടുമുണ്ട്. അത് രണ്ടും വെച്ചിട്ട് നോട്ട് വെർബലെ ഇങ്ങോട്ട് തന്നാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരായ കളികൾ പിന്നെയും തുടരുകയാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം ഇന്ത്യയെ ഒന്ന് വിഷമിപ്പിക്കുക, ഇന്ത്യയെ ചൊറിയുക. നേരത്തെ ഡ്രോൺ അതിർത്തിയിലേക്ക് അയച്ചു. ആ പരിപാടി നിർത്താൻ യൂനിസിൻ്റെ സർക്കാർ തയ്യാറല്ല. അപ്പോൾ ഈ നമ്മുടെ ഹസീനയുടെ മകനുണ്ട്, സജീദ് വസീദ് ജോയ്, US സജീദ് ഇപ്പോൾ പറഞ്ഞു അവിടെ ഒരു കങ്കാരു കോടതിയാണ്. തിരഞ്ഞെടുക്കപ്പെടാതെ അധികാരത്തിൽ വന്ന സർക്കാരാണ് യൂനിസ് സർക്കാർ. ഈ സർക്കാർ ഇപ്പോൾ എന്താണ്, ഈ സർക്കാരിന് ഒരു ജനങ്ങളുടെ മാൻഡേറ്റ് ഇല്ല, നിയമപരമായ അംഗീകാരമില്ല. അങ്ങനത്തെ ഒരു കോടതിക്ക് വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഹസീനയുടെ മകൻ പറയുന്നു. മകൻ അങ്ങനെ സ്വാഭാവികമായും പറയത്തുള്ളൂ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ചെറിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ്. കാരണം നമ്മൾ അഭയം കൊടുത്ത ഭരണാധികാരിയെ വിട്ടുകൊടുക്കുക. നമ്മൾ വിട്ടുകൊടുത്താൽ സംഭവിക്കുന്ന അവർ കൊണ്ട് വിചാരണ നടത്തി ഹസീനെ തൂക്കിക്കൊല്ലും. അതോടെ ആഗോളതലത്തിൽ ഇന്ത്യക്കുണ്ടാകുന്നൊരു പ്രതിച്ഛായ നഷ്ടമുണ്ട്. അതായത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, മോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. മോദി അധികാരം ഏറ്റെടുത്ത 3-ാം തവണ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴത്തേക്ക് ഹസീന വന്നു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് വന്നു. അങ്ങനെ ഇന്ത്യയുമായി ഏറ്റവും നല്ല സൗഹൃദമുണ്ടായിരുന്ന, വ്യക്തിപരമായി നരേന്ദ്രമോദിയോടും രാജ്യങ്ങൾ തമ്മിലും വളരെ അടുപ്പമുള്ള ഒരു നേതാവ് അവിടെ നിന്ന് പുറപ്പെടും മുമ്പ് ഇന്ത്യയുടെ അനുവാദം ചോദിച്ചിട്ടാണല്ലോ വന്നത്. എന്നിട്ട് പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സുരക്ഷ നമ്മൾ ഉറപ്പ് പറഞ്ഞതാണ്. അങ്ങനെ ഒരാളെ പിടിച്ചു കൊടുക്കുന്നത് പോലെയാവും. പിടിച്ചു കൊടുത്താൽ ഉറപ്പായിട്ട് അവർ തൂക്കിക്കൊല്ലും, ഉറപ്പാണ്. അപ്പോൾ കൊലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു പ്രതിച്ഛായ നഷ്ടം ഇന്ത്യക്ക് മാത്രമല്ല നരേന്ദ്രമോദിക്ക് ഉണ്ടാവും. നരേന്ദ്രമോദിയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു നേതാവാണെന്നുള്ള ഒരു ഇമേജ് ലോകത്തിൽ ആർക്കും തോന്നാം. ലോകത്ത് ഇപ്പം അസദ് പോയില്ലേ? അസദ് പോയി റഷ്യയിൽ നിൽക്കുന്നു. ഇപ്പോൾ അവിടുത്തെ HTSൻ്റെ സർക്കാർ ജൊലാനി ചോദിക്കുകയാണ്, ഇങ്ങിത്താ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോയ പുടിൻ ആരാണ്? പുടിൻ്റെ പ്രതിച്ഛായക്ക് വലിയ ദോഷമുണ്ടാകും, അപഹാസ്യനായിപ്പോവും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിനകത്ത് ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ്, ഒരു രാജ്യത്തലവൻ എന്ന നിലയിൽ ഒരു രാജ്യത്തലവൻ മാത്രം, രാജ്യം നരേന്ദ്രമോദിയുടെ വീട്ടിലല്ലോ അഭയം കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന രാജ്യമാണ് അഭയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് വലിയ ഉടവ് തട്ടും. അതൊരു പ്രശ്നമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഹസീനയെ. കാരണം എന്നറിയോ, ഇപ്പോൾ നോക്കൂ, ഹസീനയ്ക്ക് ഇപ്പോഴും അവിടെ സാധാരണ ജനങ്ങൾക്കിടയിൽ പിന്തുണയുണ്ട്. ഹസീനയുടെ പാർട്ടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതിനെ 10,000 2,000 അല്ലെങ്കിൽ 3,000 വിദ്യാർത്ഥികളെ സോറോസിൻ്റെയൊക്കെ ഫണ്ടും വാങ്ങി ജമാഅത്തെ ഇസ്ലാമി വർഗീയ വിഷം കുത്തിച്ചെലുത്തിയ കുറേ ഗുണ്ടകൾ തെരുവിലിറങ്ങി അക്രമം നടത്തിയതിനെ തുടർന്ന് ആണ് ഹസീന ഓടിപ്പോകുന്നത്. ഹസീനയ്ക്ക് നേരെ തിരിച്ച് പട്ടാളത്തെ ഉപയോഗിച്ച് അതിഭീകരമായി അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സമരം അവിടെ തീർന്ന ഹസീന ഇപ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമായിരുന്നു. പക്ഷേ അവിടെ അത് കഴിഞ്ഞില്ല. ഒരു വർഗീയ കലാപം ഉണ്ടായപ്പോൾ, വർഗീയ കലാപം അല്ലല്ലോ, ഈ കലാപത്തിൽ പങ്കെടുത്ത 3,000-4,000 പേരില്ല, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഹസീനയ്ക്ക് വോട്ട് ചെയ്ത് ഹസീനയുടെ സർക്കാരിനെ കൊണ്ടുവന്നത്. ആ പാർട്ടി, ഹസീനയുടെ പാർട്ടിക്ക് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്. പക്ഷേ ഹസീനയെ വിട്ടുകൊടുത്ത് ഹസീന തൂക്കിലേറ്റപ്പെടുകയാണെങ്കിൽ ആ പാർട്ടി
ഇല്ലാതാവും. ആ പാർട്ടിയുടെ നേതാവായിരുന്ന ഹസീനയും പ്രോ ഇന്ത്യ പാർട്ടിയായിരുന്നു. ഇന്ത്യക്ക് അനുകൂലമായി നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാക്കാൻ ഇന്ത്യ തയ്യാറാകുമോ? ഒരിക്കലും. ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഒരു മതഭീകര ഭരണകൂടം അവിടെ നിൽക്കുന്നു. മതഭീകര ഭരണകൂടം ഇന്ത്യക്ക് ഭീഷണിയാണ്. അപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഹസീനയുടെ പാർട്ടിയാണ്. അതിനെ ദുർബലപ്പെടുത്തുന്ന ഒരു നില ഇന്ത്യ സ്വീകരിക്കത്തില്ല. ഇന്ത്യക്ക് സ്വീകരിച്ചാൽ ഇന്ത്യക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും, ദോഷമാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഇല്ലാതാക്കാനുള്ള ഒരു നിലപാട് ഇന്ത്യക്ക് എടുക്കാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു നയതന്ത്രത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിലൊക്കെ ഉപരി ഇപ്പോഴത്തെ യൂനിസിൻ്റെ സർക്കാർ 71 ശേഷം ഒരു ബന്ധവുമില്ലായിരുന്ന പാകിസ്ഥാനുമായി അടുപ്പം കാണിക്കുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണുന്നു, പരസ്പരം സഹകരിക്കാൻ തീരുമാനിക്കുന്നു. പാകിസ്ഥാൻ്റെ ഒരു കപ്പൽ ചിറ്റഗോങ്ങിൽ പഞ്ചസാരയുമായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയോട് അരി ചോദിച്ചു, ഇന്ത്യ കൊടുത്തില്ല. പാകിസ്ഥാൻ പഞ്ചസാര കൊടുത്തു. ആ കപ്പൽ വന്നിരിക്കും. പാകിസ്ഥാനുമായി ഇവർ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെയും ഇല്ലാതാക്കുന്ന ഒരു നടപടി. ഇപ്പോഴും അവിടുത്തെ അവാമി ലീഗിൻ്റെ ആളുകൾ പ്രതീക്ഷിക്കുന്ന ഹസീന തിരിച്ചു വരും, ഇന്ത്യയുടെ സപ്പോർട്ടോടെ തിരിച്ചു വരും, ട്രംപ് വന്നാൽ മാറ്റങ്ങളുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ രാഷ്ട്രീയ അവർ നിൽക്കുന്നത്. ഹസീന ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആത്മബലം പോയി. ആ പാർട്ടി ഡിസോൾവ് ആയി പോകും. അവർ വേറെ പാർട്ടികളിലൊക്കെ ചേരും. അതാണ് അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം ഹസീനയെ ഫിനിഷ് ചെയ്താൽ ഇനി ആ പാർട്ടിയെ ഇല്ലാണ്ടാവും. ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയെ ഇല്ലാതാക്കാമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി ഭീകരന്മാർ കരുതുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഈ കരാറുണ്ടല്ലോ, കരാറിലെ ആർട്ടിക്കിൾ 8 പ്രകാരം നമുക്ക് ബോധ്യപ്പെടുകയാണ് അത് വിട്ടുകൊടുക്കണ്ട എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഈ വിട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് അധികാരമുണ്ട് എന്നൊരു അവസ്ഥയുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, ഗുഡ് ഫെയ്ത്ത് വേണം. അതായത് ഉത്തമ വിശ്വാസം വേണം നമുക്ക് ഇവർക്കെതിരെ ചാർത്തിയിരിക്കുന്ന കേസുകൾ. കുറ്റാരോപിതയാണല്ലോ ഇപ്പോൾ. ആ കേസുകൾ കെട്ടിച്ചമച്ചതാണ്, അതിൽ കഴമ്പില്ല എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം. നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവുന്ന എല്ലാ കാര്യമുണ്ട്. ഹസീന ആരെയും നേരിട്ട് പോയി കൊന്നില്ല. ഹസീന ഒരു മനുഷ്യാവകാശ ലംഘനവും നടത്തിയിട്ടില്ല. സർക്കാരിനെതിരെ ഒരു കലാപം ഉണ്ടായി. കലാപം ഉണ്ടാകുമ്പോൾ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി ലോ എൻഫോഴ്സിങ് ഏജൻസികൾ, പോലീസും പട്ടാളവും ഒക്കെ ഇടപെടുന്ന പോലെ, ലോകത്ത് എല്ലാ രാജ്യത്തും ഇടപെടുന്ന പോലെ ഒരു ഇടപെടലാണ് ബംഗ്ലാദേശിൽ നടന്നത്. അപ്പോൾ വെടിവെപ്പൊക്കെ ഉണ്ടായി, 100ഓളം ആളുകൾ മരിച്ചു. അതിന് പ്രധാനമന്ത്രിയെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. രാജ്യത്തെ സമാധാനം ഉറപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ സായുധ സേന നടത്തുന്ന ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യുന്ന പ്രക്രിയയാണ് ധാക്കയിൽ നടന്നത്. അതിന് പ്രധാനമന്ത്രിയെ 1-ാം പ്രതിയാക്കുന്നത് ഒരു ശരിയായ നടപടിയല്ല എന്ന് ഉത്തമ ബോധ്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 8 പ്രകാരം ഹസീനയെ വിട്ടുതരത്തില്ല എന്ന് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ 2-3 ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇത് ഒരു ഡിപ്ലോമാറ്റിക് തലത്തിൽ നമുക്ക് ഇനിയിപ്പോൾ കൂടിയാലോചനകൾ നമ്മൾ നടത്തേണ്ടി വരും. കാരണം നോട്ട് വേരിയബിൾ എന്നുള്ള ഡോക്യുമെൻ്റ് അവർ തന്നിരിക്കുകയാണ്. പക്ഷേ ബംഗ്ലാദേശ് അതൊന്നും ചെയ്യാൻ പാടില്ല. ബംഗ്ലാദേശ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ആത്മഹത്യാപരമായ ഒരു കാര്യമാണോ പോലും സംശയിക്കുന്നത്. കാരണം ഇന്ത്യയെ ഇങ്ങനെ നിരന്തരം പ്രകോപിപ്പിക്കുക. കാരണം ഇന്ത്യക്കൊരു രാഷ്ട്രീയമായി ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന കാര്യമാണ് ഹസീനയെ വിട്ടുതരണമെന്ന് രേഖാമൂലം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ വഴി ഇങ്ങനെ ഒരു കത്ത് കൊടുക്കുക എന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അവിടുത്തെ ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യനാണേ. അതെ, അവൻ്റെ ചിത്രം കണ്ടാൽ ചെറിയ പയ്യനാണ്. അവനാ പറയുന്നത് ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കണം ബംഗ്ലാദേശിൽ നിന്ന്. ഒരു ബോധവുമില്ല. ഒരു മന്ത്രി സ്ഥാനത്ത് അഡ്വൈസർ എന്ന പേരിലൊക്കെ ഇരിക്കുന്ന ആൾക്ക് ഒരു ബോധവുമില്ല. മാത്രമല്ല ഈ പയ്യനെയാണ് യൂനിസ് വിദേശത്തൊക്കെ പോകുമ്പോൾ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്. അവനാണ് വിദ്യാർത്ഥി സമരം നടത്തിയതിൻ്റെ നേതാവായിരുന്ന അവനെ പിടിച്ചൊരു അഡ്വൈസറാക്കി. അവനാണ് ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിൻ്റെ കൂടെ ആക്കണമെന്ന് പറഞ്ഞത്. അത് വിവാദമായപ്പോൾ അവൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ വിഡ്രോ ചെയ്തു. ഏതായാലും ഇത്രയും ഇറസ്പോൺസിബിളായിട്ടുള്ള ആളുകളാണ് ബംഗ്ലാദേശിനെ ഇപ്പോൾ ഭരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വല്ലാത്തൊരു കാലുഷ്യം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ നടപടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അത് മൈൻഡ് ചെയ്യാതിരിക്കുക തന്നെ ആണ് ഏറ്റവും നല്ലത്. ഇന്ത്യക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഇന്ത്യ ആലോചിക്കുന്നു എന്നാണ് കേട്ടത്. കാരണം ഇന്ത്യക്ക് നല്ല ബന്ധമുള്ള ഇപ്പോൾ സൗദി അറേബ്യ, ഇപ്പോൾ കുവൈറ്റ് ആണെങ്കിൽ നരേന്ദ്രമോദിക്ക് വലിയ സ്വീകരണമാണ് കുവൈറ്റ് കൊടുത്തത്. കുവൈറ്റ് എന്ത് ചെയ്തു? അവിടുത്തെ രാജ്യത്തെ ഏറ്റവും പരമോന്നത ബഹുമതി മോദിക്ക് കൊടുത്തു. അത് സൗദി അറേബ്യ കൊടുത്തിട്ടുണ്ട്, UAE കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് വലിയ ഊഷ്മളമായ ബന്ധമാണ് അവിടുത്തെ ഭരണാധികാരികളായ സുൽത്താൻമാരുമായിട്ട് നരേന്ദ്രമോദിക്കുള്ളത്. ഇന്ത്യയായിട്ട് ഏറ്റവും നല്ല ബന്ധം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൗഹൃദത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ പ്രേരിപ്പിച്ച് ഇന്ത്യയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഹസീനയെ അങ്ങോട്ട് മാറ്റാൻ പറ്റുമോ?
എന്ന് ഒരാലോചന നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പറ്റില്ല. കാരണം ബംഗ്ലാദേശ് ഒഫീഷ്യലി ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ കേസിലെ പ്രതിയാണ്, അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് പിടിച്ച് വേറൊരു രാജ്യത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ വഴി അടഞ്ഞു. അത് കുറച്ചുകൂടെ മുമ്പേ ആയിരുന്നെങ്കിൽ ഇന്ത്യ ഇത്തരം ഒരു കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു. പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഏതായാലും ഹസീനയെ മോദി വിട്ടുകൊടുക്കും എന്ന് കരുതുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ചിത്രീകരിക്കുന്ന ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ 11:30 മണിക്കാണ് പകൽ. രാത്രി ഇപ്പോൾ പക്ഷേ പകൽ 11:30 രാത്രി 11:30 പറയുന്നത് പോലെയാണ്. ഹസീനയെ നരേന്ദ്രമോദി കൈവിടത്തില്ല, ഇന്ത്യ കൈവിടത്തില്ല. നമ്മൾ തസ്ലീമ നസ്രീനെ നമ്മൾ എങ്ങനെയാണോ കാത്തുവെച്ചതുപോലെ നമ്മൾ ഹസീനയെ കാത്തുവെക്കും. ഹസീനയ്ക്ക് ലോകത്തൊരിടത്തും ഇന്ത്യയിൽ കിട്ടുന്ന സുരക്ഷിതത്വം കിട്ടത്തില്ല. ഇനി വേറെ ഒന്നുകൂടെ, ഹസീനയ്ക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഹസീനയ്ക്ക് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുകൊടുക്കണം, ഇന്ത്യ ഗവൺമെൻറ് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചാൽ പോലും, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എന്നെ വിട്ടയക്കാൻ സാധ്യതയുണ്ട്, എന്നെ ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യരുത് എന്ന് കാണിച്ച് ഹസീനയ്ക്ക് ഇന്ത്യൻ കോടതി സമീപിക്കാം. അങ്ങനെ ചെയ്യാം. ഹസീനയ്ക്ക് വേണേൽ കോടതി സമീപിച്ചു കഴിഞ്ഞാൽ ആ കേസ് ഇങ്ങനെ അപ്പോൾ ഇന്ത്യക്ക് പറയാം, അത് ഹസീന ഇപ്പോൾ ഇവിടെ കേസ് കൊടുത്തിരിക്കുക, കേസ് തീരാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആ കേസ് അപ്പോൾ തീരുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു യൂനുസ് ഒരു വൃദ്ധനായ കടൽക്കിഴവനെ പോലെ ഇരിക്കുന്ന 90 വയസ്സെടുത്തവൻ്റായല്ലേ, ഒരു കാറ്റടിച്ചാൽ ചത്തുപോകുന്ന ഒരു കോലമാണ്. ആ മനുഷ്യൻ കാണിക്കുന്ന ലോക വിഡ്ഢിത്തരങ്ങളിലെ മറ്റൊന്നാണ് ഹസീനയെ വേണമെന്നുള്ളത്. ഹസീനയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയോട് വന്ന് ചൊറിയാനോ ഇന്ത്യയോട് ഒരു സൈനിക സാഹസം കാണിക്കാനോ ഒന്നും ബംഗ്ലാദേശിനുള്ള അതൊന്നും ആയിട്ടില്ല. അത്രയേ ഉള്ളൂ. യൂനുസ് ഇരിക്കുന്ന ധാക്കയിലെ പ്രസിഡന്റിൻ്റെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം ഉൾപ്പെടെ കത്തും. അത് മോദിക്കറിയാം. മോദി ഒന്ന് വിചാരിച്ചാൽ ധാക്കയില്ല, യൂനുസ് ഇല്ല. ധാക്ക നിന്ന് കത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.